ഇപ്പോൾ നമ്മുടെ കോളോറക്ടൽ ക്യാൻസർ അല്ലെങ്കിൽ നമ്മുടെ വൻകുടലിലെയും മലാശയത്തിലെയും ക്യാൻസറിൻ്റെ വരുന്ന ഏജ് ഗ്രൂപ്പ് മുന്നേ ഒരു 50 വയസ്സിന് മേലെ ആയിരുന്നെങ്കിൽ ഇന്ന് 50 വയസ്സിന് താഴെയുള്ളവരിലും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭക്ഷണശൈലി, വ്യായാമക്കുറവ് ഇതെല്ലാം ആയിരിക്കാം ഇതിന് കാരണം. എങ്കിലും നമുക്ക് ഇതിനെ ചെറുക്കാൻ അല്ലെങ്കിൽ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ നമുക്ക് ഇന്ന് നല്ല ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും ഒരു എഫക്റ്റീവ് സ്ക്രീനിങ് ആണ്. അതായത് ഈ രോഗം വരുന്ന തുടക്കത്തിൽ തന്നെ ഇത് കണ്ടെത്താനായാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രീ ക്യാൻസർ സ്റ്റേജിൽ കണ്ടെത്താനായാൽ നമുക്കിത് എഫക്റ്റീവ്ലി ചെറുക്കാൻ പറ്റും, ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ട സ്ക്രീനിങ് ടെസ്റ്റ് അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റിയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം 2 തരത്തിൽ നമുക്ക് സ്ക്രീനിങ് ചെയ്യാം. ഒന്ന് സ്റ്റൂൾ ബേസ്ഡ് ടെസ്റ്റും ഉണ്ട്, ഒന്ന് സ്കോപ്പി ബേസ്ഡ് ടെസ്റ്റും ഉണ്ട്. സ്റ്റൂൾ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റൂളിലെ അല്ലെങ്കിൽ മലത്തിലുള്ള ടെസ്റ്റ് ചെയ്യുക. അതിലൊന്നാണ് സ്റ്റൂൾ ഒക്കൾട്ട് ബ്ലഡ്. അതാണ് നമുക്ക് ഏറ്റവും കോമൺ ആയിട്ടും ചിലവ് കുറവായിട്ടും ചെയ്യാൻ പറ്റുന്നത്. അത് 45 വയസ്സിന് മുകളിലുള്ളവർ എല്ലാ വർഷവും ടെസ്റ്റ് ചെയ്ത് നോക്കുക. പിന്നെയുള്ളതാണ് ഫീക്കൽ ഇമ്മ്യൂണോകെമിക്കൽ ടെസ്റ്റും സ്റ്റൂൾ DNA ടെസ്റ്റും. പിന്നെ പറയുന്നതാണ് സ്കോപ്പി ബേസ്ഡ് ആയിട്ടുള്ളത്. അതിലൊന്നാണ് കൊളനോസ്കോപ്പി. അതിൽ എല്ലാ 45 വയസ്സിന് മുകളിലുള്ളവരും 10 വർഷം കൂടുമ്പോൾ കൊളനോസ്കോപ്പി ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ 5 വർഷം കൂടുമ്പോൾ സിഗ്മോയിഡോസ്കോപ്പി ചെയ്ത് നോക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്ക്രീനിങ്ങിന് ചെയ്താൽ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാം. അപ്പോൾ ക്യാൻസറിനെതിരെ ജാഗരൂകരായിരിക്കാം, നമുക്ക് ഒന്നിച്ച് ഫൈറ്റ് ചെയ്യാം.